ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, നെറ്റ്വർക്ക് എടുക്കുന്നില്ല. ഈ ഒരു 2 കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് ഈ ഒരു ഫോൺ കൊണ്ടുവന്നത്. ക്യാമറ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലാക്ക് സ്ക്രീനായിട്ട് കാണിക്കും. അതുപോലെ ഫോണിൽ സിം ഇട്ട് കഴിഞ്ഞാൽ മുകളിൽ നെറ്റ്വർക്ക് കാണിക്കുന്നതിന് പകരം ഈ ഭാഗത്തായിട്ട് ഈ റൗണ്ട് എംബ്ലം മാത്രമായിട്ട് കാണിക്കുന്നു. ഈ ഒരു ഫോണ് കസ്റ്റമർ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിച്ചതാണെന്നാണ് പറഞ്ഞത്. ഫോൺ വാങ്ങിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നെറ്റ്വർക്ക് കംപ്ലയിൻറ്റ് വന്നു. അതിനുശേഷം ക്യാമറയും കംപ്ലയിൻ്റ് ആയി എന്നാണ് പറഞ്ഞത്. ഫോൺ നമ്മൾ അയച്ച് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഈ ഒരു ഫോൺ ഏറ്റവും കൂടുതൽ ഈ ഒരു കംപ്ലയിൻറ്റ് വരാറുള്ളത് ഈ ഫോണിൻ്റെ CPU കംപ്ലയിൻറ്റ് കൊണ്ടാണ്. ഇതിൻ്റെ CPU ആൾറെഡി റിപ്പയർ ചെയ്തിട്ടുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു IC വീണ്ടും റിമൂവ് ചെയ്ത് കംപ്ലയിൻറ്റുകളെല്ലാം തീർത്ത ശേഷം റീബോൾ ചെയ്ത് തിരിച്ച് വീണ്ടും റീഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ ഇതിൻ്റെ നെറ്റ്വർക്ക് എടുക്കാത്ത കംപ്ലയിൻറ്റ്, അതുപോലെ ക്യാമറ ഓപ്പൺ ആവാത്ത കംപ്ലയിൻറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഐഫോൺ ആകട്ടെ ആൻഡ്രോയിഡ് ആകട്ടെ ഏതെങ്കിലും രീതിയിൽ കംപ്ലയിൻ്റ് ആയിട്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ റിപ്പയറിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും മലപ്പുറം വേങ്ങര ബസ് സ്റ്റാൻഡിനുള്ളിലുള്ള സൈബർ മൊബൈൽസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ, അഡ്രസ്സ് കാര്യങ്ങളെല്ലാം വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്.